ലോക പോലീസ് എന്ന അഹങ്കാരത്തോടെ പശ്ചിമേഷ്യൻ മണ്ണിൽ പതിറ്റാണ്ടുകളായി ആധിപത്യമുറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളുടെയും അപമാനത്തിന്റെയും കാലമാണിത്. ആകാശത്തും കടലിലും ഒരുപോലെ വെല്ലുവിളികൾ നേരിടുന്ന അമേരിക്ക, ഇറാന്റെ അതിശക്തമായ തന്ത്രപരമായ നീക്കങ്ങൾക്ക് മുന്നിൽ പകച്ചുനിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത്. അമേരിക്കൻ സൈനിക കരുത്തിന്റെ പ്രതീകമായി ആകാശത്ത് ഗർജിച്ചിരുന്ന KC-135 എന്ന ആധുനിക റീഫ്യൂവലിംഗ് വിമാനം ഇറാഖിന്റെ മണ്ണിൽ തകർന്നു വീണത് കേവലമൊരു സാങ്കേതിക തകരാറായല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ മാറുന്ന സൈനിക ബലാബലത്തിന്റെ കൃത്യമായ അടയാളമായാണ് വിലയിരുത്തപ്പെടുന്നത്. 1400 കോടിയുടെ ഈ ഭീമൻ വിമാനം തകർത്തത് ഇറാന്റെ വ്യോമപ്രതിരോധ സേനയാണെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ അത് അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ കവചങ്ങളുടെ പരാജയത്തെയാണ് വിളിച്ചോതുന്നത്. ഇറാഖിലെ ആകാശത്ത് പുകഞ്ഞു നീങ്ങിയ ആ വിമാനം അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ പതനമാണ് അടയാളപ്പെടുത്തിയത്. വിമാനത്തിലുണ്ടായിരുന്ന സൈനികരുടെയും പൈലറ്റുമാരുടെയും മരണം അമേരിക്ക ഞെട്ടിക്കുമ്പോഴും മാനക്കേടു ഭയന്ന സത്യം മറച്ചുവെക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ ലോകത്തിനു മുന്നിൽ പരിഹാസ്യമാവുകയാണ്. ആകാശത്തെ ഈ പ്രഹരത്തിന് തൊട്ടുപിന്നാലെ ചെങ്കടലിൽ വിന്യസിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിന് നേരെയുണ്ടായ ആക്രമണവും തീപിടുത്തവും അമേരിക്കയുടെ നാവിക മേധാവിത്വത്തെയും ചോദ്യം ചെയ്തിരിക്കുന്നു. ഇസ്രയേലിനെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച അമേരിക്ക ഇപ്പോൾ സ്വന്തം സൈനികരെയും യുദ്ധവിമാനങ്ങളെയും സംരക്ഷിക്കാനാവാതെ ഉഴലുന്ന ഭീരുവായ വേട്ടക്കാരനായി മാറിയിരിക്കുകയാണ്. ഒരു മണിക്കൂറിനുള്ളിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മേഖലയിലെ മുഴുവൻ അമേരിക്കൻ സഖ്യരാജ്യങ്ങളെയും വെറും 30 മിനിറ്റിനുള്ളിൽ ഇരുട്ടിലാക്കുമെന്ന ഇറാന്റെ മറുപടി ലോകത്തെയാകെ സ്തംഭിപ്പിച്ചതാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധകളത്തിൽ ഇറാനെ തൊട്ട് കൈപൊള്ളിയ അവസ്ഥയിലാണ് ഇന്ന് അമേരിക്കയും ഇസ്രയേലും. അത്യാധുനിക മിസൈലുകളും ഡ്രോൺ സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് ഇറാൻ തീർത്ത പ്രതിരോധം അമേരിക്കയുടെ സൈനിക അപ്രമാദിത്വത്തിന് അന്ത്യം കുറിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഇനിയും ധിക്കാരവുമായി മുന്നോട്ടുപോയാൽ ജീവഭയത്തോടെ മടങ്ങേണ്ടിവരുമെന്ന മുന്നറിയിപ്പാണ് ഓരോ അമേരിക്കൻ വിമാനത്തിന്റെയും കപ്പലിന്റെയും തകർച്ചയിലൂടെ പശ്ചിമേഷ്യൻ മണ്ണ് നൽകുന്നത്. ഏകദേശം $1400 മില്യൺ അമേരിക്ക വിലമതിക്കുന്ന അമേരിക്കൻ വ്യോമസേനയുടെ ആകാശത്തെ നട്ടെല്ലായ KC-135 സ്ട്രാറ്റോ ടാങ്കർ ഇറാഖിന്റെ പടിഞ്ഞാറൻ വ്യോമപരിധിയിൽ തകർന്നു വീണത് കേവലമൊരു സാങ്കേതിക തകരാറോ യാദൃശ്ചികമായ അപകടമോ അല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ച തന്ത്രപരമായൊരു പ്രഹരമാണ്. ഇറാന്റെ കരുത്തുറ്റ വ്യോമപ്രതിരോധ സേന അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ കൃത്യമായ ആക്രമണത്തിലാണ് ഈ ഭീമൻ വിമാനം തകർത്തതെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ലോകത്തിനു മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് അമേരിക്കയുടെ അജേയമായ പ്രതിരോധ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയാണ്. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്തുവെച്ച് ഇന്ധനം നിറച്ചു നൽകി ദീർഘദൂര ആക്രമണങ്ങൾക്ക് കരുത്തുപകരുന്ന ഈ ഫ്ലൈയിംഗ് പെട്രോൾ പമ്പ് തകർക്കപ്പെട്ടതോടെ മേഖലയിലെ അമേരിക്കൻ വ്യോമസേനയുടെ ഓപ്പറേഷൻ ശേഷിക്ക് കനത്ത ആഘാതമാണ് ഏറ്റിരിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന പരിചയസമ്പന്നരായ പൈലറ്റുമാരടക്കമുള്ള അമേരിക്കൻ സൈനികരുടെ മരണം അമേരിക്കയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ് നൽകിയിരിക്കുന്നത്. വിമാനം കേവലം തകർന്നു വീണു എന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആവർത്തിച്ചു പറഞ്ഞാൽ പോലും ഇറാന്റെ പക്കലുള്ള അത്യാധുനിക സർഫസ് ടു എയർ മിസൈലുകൾക്ക് മുന്നിൽ അമേരിക്കൻ വിമാനങ്ങൾ വെറും കടലാസു തുണ്ടുകൾ പോലെ നിഷ്പ്രഭമാണെന്ന സത്യം ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടുകഴിഞ്ഞു. പടിഞ്ഞാറൻ ഇറാഖിലെ മണൽക്കൂനകളിൽ കത്തിയമർന്ന ആ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അമേരിക്കയുടെ പതനത്തിന്റെയും ഇറാന്റെ വർദ്ധിച്ചുവരുന്ന സൈനിക സാങ്കേതികവിദ്യയുടെയും സ്മാരകമായി മാറുകയാണ്. ഇറാന്റെ ഈ അപ്രതീക്ഷിത തിരിച്ചടിയിൽ മാനം കാക്കാൻ വേണ്ടി മാത്രം യാഥാർത്ഥ്യം മൂടിവെക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ ഭരണകൂടം സ്വന്തം സൈനികരുടെ ജീവനെപ്പോലും വിലകുറച്ചു കാണിക്കുകയാണെന്ന വിമർശനം അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ചെങ്കടലിൽ അമേരിക്കയുടെ അഹങ്കാരമായ USS ജെറാൾഡ് ആർ ഫോർഡ് വിമാനവാഹിനി കപ്പലിനു നേരെയുണ്ടായ ആക്രമണവും തീപിടുത്തവും ചേർത്തുവായിക്കുമ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം ദൂരെയല്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ലോകത്തെ ഏതു കോണിലും കടന്നുചെന്ന് ആധിപത്യം സ്ഥാപിക്കാമെന്ന അമേരിക്കയുടെ മോഹങ്ങൾക്ക് ഇറാന്റെ മിസൈൽ കരുത്ത് കനത്ത വിലങ്ങുതടിയാവുകയാണ്. ഈ വിമാനത്തിന്റെ തകർച്ചയിലൂടെ അമേരിക്കയ്ക്ക് നഷ്ടമായത് വെറും $1400 മില്യൺ അമേരിക്ക ഡോളറല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ അവരുടെ സൈനികമായ മേധാവിത്വവും ലോകത്തിനു മുന്നിലുള്ള ആത്മവിശ്വാസവുമാണ്. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ നൽകിയ താക്കീതുപോലെ അമേരിക്ക ഇനിയും ധിക്കാരപരമായ നീക്കങ്ങൾ തുടർന്നാൽ ഇറാഖിലെയും സിറിയയിലെയും ആകാശം അവർക്കൊരു മരണക്കെണിയായി മാറുമെന്ന് ഈ സംഭവം അടിവരയിടുന്നു.
ഈ സംഭവവികാസങ്ങളോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം വാക്കിന്റെയും ആയുധത്തിന്റെയും മുനയിൽ നിൽക്കുന്ന അതീവ ഗുരുതരമായൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തുടർച്ചയായ സൈനിക പരാജയങ്ങളിലും തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനവും വിമാനവാഹിനിക്കപ്പലും തകർക്കപ്പെട്ടിലും വിറളിപൂണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാന്റെ ഊർജ്ജമേഖലയെ ലക്ഷ്യമാക്കി നടത്തിയ ഭീഷണി ലോകത്തെയാകെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഇറാന്റെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ വെറും 1 മണിക്കൂറിനുള്ളിൽ ചാമ്പലാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന ട്രംപിന്റെ അഹങ്കാരത്തിന് എന്നാൽ ഇറാൻ നൽകിയത് ലോകത്തെയാകെ സ്തംഭിപ്പിച്ച അതിശക്തമായ മറുപടിയാണ്. നിങ്ങൾ ഞങ്ങളുടെ വൈദ്യുതി ഗ്രിഡുകളെ ആക്രമിക്കാൻ മുതിർന്നാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെയും വൈദ്യുതി വിതരണ ശൃംഖല വെറും അരമണിക്കൂറിനുള്ളിൽ തകർത്ത് മേഖലയെയാകെ കൂരിരുട്ടിലാക്കുമെന്ന ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനിയുടെ മുന്നറിയിപ്പ് വെറുമൊരു വാക്കല്ലെന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായിട്ടുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും സഖ്യരാജ്യങ്ങൾക്കും നേരെ അതിശക്തമായ സൈബർ മിസൈൽ ആക്രമണങ്ങൾ ഒരേ സമയം അഴിച്ചുവിടാൻ കെൽപ്പുള്ള ഇറാന്റെ സൈനികശേഷി ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ അവർ കൈവരിച്ച മേധാവിത്വമാണ് തെളിയിക്കുന്നത്. അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പഴയ ഇറാന്റെ കാലം കഴിഞ്ഞുവെന്നും ആകാശത്തും ഭൂമിയിലും ഒരേ സമയം പ്രഹരമേൽക്കാൻ തങ്ങൾ സുസജ്ജമാണെന്നും ലാരിജാനിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. മേഖലയിലെ വൈദ്യുത ശൃംഖല തകർക്കപ്പെട്ടാൽ അന്ധകാരത്തിൽ പെട്ടുപോകുന്ന അമേരിക്കൻ സൈനികർക്ക് ജീവഭയത്തോടെ മടങ്ങേണ്ടിവരുമെന്ന ഇറാന്റെ പ്രഖ്യാപനം അമേരിക്കയെ യുദ്ധപ്രേമികളെ ശരിക്കും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇസ്രയേലിന് സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ച് ഇപ്പോൾ സ്വന്തം സൈനികരെയും താവളങ്ങളെയും എങ്ങനെ രക്ഷിക്കാമെന്നറിയാതെ ആകെ പെട്ടുപോയ അവസ്ഥയിലാണ് അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും. സാമ്രാജ്യത്വത്തിന്റെ അധികാരഗർവത്തെ ഇറാന്റെ പ്രതിരോധകരുത്ത് നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ അരങ്ങേറുന്നത്. ഇസ്രയേലിന്റെ അധിനിവേശമോഹങ്ങൾക്ക് കാവൽ നിൽക്കാൻ പശ്ചിമേഷ്യൻ മണ്ണിലേക്ക് ആയുധങ്ങളുമായി ഇറങ്ങിവന്ന അമേരിക്ക ഇന്ന് സ്വന്തം സൈനികരെയും കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന യുദ്ധോപകരണങ്ങളെയും സംരക്ഷിക്കാനാവാതെ നിസ്സഹായരായി ഉഴലുന്നവശരാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇറാൻ കൈവരിച്ച അനിഷേധ്യമായ മേധാവിത്വം പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന പഴയ സൈനിക സമവാക്യങ്ങളെ പാടെ പൊളിച്ചെഴുതിയിരിക്കുന്നു. അമേരിക്കൻ അധീശത്വത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു പുതിയ ചരിത്രമാണ് ഇറാഖിലെ ആകാശത്തും ചെങ്കടലിലെ തിരമാലകളിലും ഇന്ന് രചിക്കപ്പെടുന്നത്. ഇനിയും ധിക്കാരവും യുദ്ധഗതിയും ഉപേക്ഷിച്ച് അമേരിക്ക ഈ മണ്ണിൽ നിന്നും പിന്മാറാൻ തയ്യാറാകുന്നില്ലെങ്കിൽ വരാനിരിക്കുന്നത് ഇതിലും ഭയാനകമായ ദുരന്തങ്ങളായിരിക്കുമെന്ന് ലോകപ്രമുഖ പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ ഈ പുതിയ പോരാട്ടം കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ലോകത്തിനുമേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ച ഏകപക്ഷീയമായ സാമ്രാജ്യത്വത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ്. സ്വന്തം തട്ടകത്തിൽ വെച്ച് ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ തകർന്നുവീണ അമേരിക്കൻ ഗർവം സമാധാനകാംക്ഷികളായ ജനതയ്ക്ക് പുതിയൊരു പ്രതീക്ഷയുടെ കിരണമാണ് നൽകുന്നത്.